ഗോപ ആ ഇരിക്കൂ. കുടിക്കാൻ കരിക്കും വെള്ളം വേണ്ട. ഞാൻ വീട്ടിൽ വന്ന് കാണാനിരിക്കുകയായിരുന്നു. തെറ്റെൻ്റേതാ. കുറച്ചു നേരം അവളുമായിട്ട് സംസാരിച്ചിരിക്കാനേ കരുതിയുള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല. പോലീസ് കൊണ്ടുപോയിന്ന് കേട്ടപ്പോ എന്റെ ചങ്ക് പെടഞ്ഞു പോയി. സത്യം പറയാലോ, കൂടെ നീയാന്നറിഞ്ഞപ്പോ സമാധാനായി. കാശിന്റെ കാര്യം പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടെങ്കിലും നിന്നെ എനിക്ക് വലിയ ഇഷ്ടാ. നിന്റെ ആ ചുറുചുറുക്കും ഇംഗ്ലീഷും വീട് നോക്കാനുള്ള ആ ഉത്തരവാദിത്വം, പിന്നെ നിങ്ങള് തമ്മിൽ നല്ല ചേർച്ചയാ അല്ലേടി? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മതി, എന്റെ മരുമോന് ഇത്രയും ഗുണങ്ങൾ മതി. ഇനി അവള് നിനക്കുള്ളതാ. പക്ഷേ ഒരു കാര്യം മാത്രം മോൻ എനിക്ക് സാധിച്ചു തരണം. പറഞ്ഞോളൂ അമ്മേ. അവളെ കല്യാണം കഴിച്ചു വിടുന്നതിന് മുമ്പ് അവള് സ്വന്തം കാലിൽ നിൽക്കണം, 10 കാശുണ്ടാക്കണം, ഒരു വീട് വെക്കണം എന്നൊക്കെ എന്റെ ഒരേ ഒരു ആഗ്രഹ. അതാ ഞാൻ അവളെ ഗൾഫിൽ വിടാന്ന് വെച്ചത്. ഒരു 5 കൊല്ലം അവൾ അവിടെ ജോലി നോക്കിയിട്ട് വന്ന പിറ്റേ ദിവസം നിന്റെ കയ്യിൽ ഞാൻ അവളെ ഏൽപ്പിച്ചു തരും. ഇപ്പൊ അവൾ അതിന് പോണില്ലെന്നാ പറയുന്നത്. അതൊക്കെ ഞാൻ ഏറ്റു. അവളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം അല്ലേ? പിന്നെ അമ്മ ധൈര്യമായിട്ട് ചെല്ല്. ശരി മോനെ. ശരി അമ്മേ. സൂക്ഷിച്ച് വരട്ടെ. ഓ ആയിക്കോട്ടെ. നിങ്ങൾക്ക് പ്രേമിക്കാനുള്ള ലൈസൻസിന് വേണ്ടി റെഡിയാവാത്ത വിസ റെഡിയായെന്ന് പറഞ്ഞ് തള്ളയെ പറ്റിക്കാൻ കൂട്ടുനിന്നവളാണ് ജയ്സൺ. അവള് ഗൾഫിലെത്തിയാല് നിന്നെ മറക്കോ? ഒരിക്കലുമില്ല. എന്നോടുള്ള സ്നേഹത്തിന്റെ പേരില അവള് കള്ളം പറഞ്ഞു. പരിശുദ്ധ പ്രേമത്തിന്റെ വിജയത്തിന് അമ്മേ ഒരു കള്ളവൊക്കെ ഓക്കേടാ. ഓക്കെ. നിക്കട അവിടെ. എന്റെ മോളെ പോലീസുകാർ കൊണ്ടുപോയപ്പോ നിന്റെയൊക്കെ നെഞ്ചത്തെ വെള്ളം ഇറങ്ങിയല്ലടാ. എടിപൊടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ നിന്റെയൊക്കെ വായില് പല്ലി ഞാൻ അടിച്ചു തെറിപ്പിക്കും. കൊണ്ട് എഴുന്നള്ളിച്ചോണ്ട് നടന്നോടാ ഒരു പകൽമാന്യ പെണ്ണുപിടിയൻ. നീയൊക്കെ അനുഭവിക്കാൻ പോണേ ഉള്ളൂ. ഞാനാടാ പറയുന്നേ, നശിച്ച് നാറാണ കല്ലി വേണം. അവരുടെ ഒന്ന് 2 കിട്ടിയിട്ട് അവന് മതിയായില്ല. നാടക ഡയലോഗാ. പൊക്കോട്ടെ. ടോമിയെ, ഓ അവളെ ഒന്ന് ചുണ്ണാമ്പ് വെച്ച് വെച്ചേര്. നേരം കാലമൊക്കെ വെക്കുമ്പോ മുറുക്കും. എണ്ണപ്പലഹാരം ഇഷ്ടമാണ്. തവളെ ഇറച്ചി കിട്ടും. എടോ 6 ബ്ലോക്കിന് 3.5 ഏക്കർ, 28 സെന്റ് ചിറ, ബാക്കി നിലം. എത്രയും പെട്ടെന്ന് വിറ്റ് തരണം. വിറ്റ് തന്നിരിക്കും. എന്നെ ചാവറയച്ചൻ കാത്ത് ടിപ്പറിന്റെ അടിയിൽ തലവച്ച അവസ്ഥയാ. ബാബു വെള്ളം അടിപ്പിക്കണം. എന്താടാ സന്തോഷം? ഇന്ന് നീ ചേട്ടനും ചേച്ചിയും തപ്പി നടക്കണ്ട, കേറ്റിക്കോ. ഡേ ക്രൂയിസാ പറഞ്ഞിരിക്കുന്നേ. നിന്റെ വാചകത്തിൽ ഓവർനെറ്റ് ആയിക്കോളൂ. അത് ഞാൻ ഏറ്റു. ഹലോ, only 500 meters from here. Our houseboat is waiting. That's good. Please. നമസ്തേ. വെൽക്കം. Come on. വൽദാലി ജിരു വൽദാലി. അങ്ങനെ മിടുക്കി. Come on മിടുക്ക. അവിടെ ഇരി. Sit down. പുന്നമടയിലെ അപ്പച്ചന്റെ തറവാട്. അവിടെ അപ്പച്ചന്റെ അനിയന്റെ മോന്റെ മനസ്സമ്മതം. അവിടെ പോയതാ. ഇത് എന്റെ ആങ്ങളെയാ. അറിയാം. ഹലോ. ചേച്ചിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കൊരു കുറ്റബോധ. ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായേ. ഗോപൻ ഒരു നിമിത്തം മാത്രമാ. കുര്യച്ചൻ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ലിസ് ചേച്ചി വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് എൻ്റെ അഭിപ്രായം. ആ 6 ബ്ലോക്കിലെ 3.5 ഏക്കർ വിറ്റ് കൊടുക്കണമെന്ന് കുര്യച്ചൻ മാമച്ചനോട് പറഞ്ഞേക്കുവോ? കുര്യച്ചന്റെ അമ്മച്ചിയുടെ പേരിലെ ആ സ്ഥലം. അതുകൊണ്ടെന്താ അവരെ കൊണ്ട് ഒപ്പിടിച്ചാൽ ഈ കിടക്കുന്ന സ്ഥലം എല്ലാം വിറ്റത്. ഇക്കണക്കിന് പോയ കുര്യച്ചൻ അതും.
പോട്ടെ ഗോപ. എന്നാ ശരി. ശരി. ഒരു കാര്യം പറഞ്ഞ അമ്മ എന്നോട് ദേഷ്യപ്പെടുവോ? നിന്നോടോ? നിനക്ക് എന്നോട് എന്ത് വേണേലും പറയാം, എനിക്കൊരു ദേഷ്യവും വരില്ല. പറയട്ടെ? പറയടാ കുട്ടാ. അമ്മ വരണ്ട. ഏ? ഇനിയിപ്പോ ഇവിടെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ ഞാൻ മതിയല്ലോ. മേക്കപ്പ് ഫൈനൽ ടച്ചപ്പ് ചെയ്യണ്ടേ? മോന്തിരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? അല്ലടി മോളെ. ഓ ഇനി എന്നാ ടച്ചപ്പ് ചെയ്യാനാ? ഇതൊക്കെ മതി. ആ ഗോപേട്ടാ വെള്ളം എടുക്ക. വരും. ഒന്ന് കേട്ടോ. പിടിക്കണം, ഞാനും സൂക്ഷിച്ച്. അമ്മ അത്താഴം കഴിച്ചു കിടന്നോളൂ, വരുമ്പോ വിളിക്കാം. ഉം. ആ. അമ്മക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണെങ്കിൽ വിമലേച്ചിയെ കൂട്ടി വിളിച്ചോ കേട്ടോ. അല്ലെങ്കിൽ പൊന്നുരുക്കുന്നിടത്ത് പൂച്ചക്ക് എന്താ കാര്യം? കാര്യമുണ്ട്. മോട്ടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കാലോ. രേവമോ എന്താ രേവമേ പെട്ടി നോക്കി പോയിട്ട് വന്നതാണോ പോവാൻ നിക്കാണോ? പോയിട്ട് വന്നതാ. ഇറങ്ങട്ടോ. ഇറങ്ങ്. മോള് പോകുന്ന ഞാൻ കണ്ടായിരുന്നു. ആഹാ. പുറത്തേക്കാതെ അകത്തോട്ട് കയറാൻ എളുപ്പം. ആരെങ്കിലും കാണും. കുറെ നാളായി. വാടാ. നിന്നെ ഇന്ന് ഞാൻ വിഗ്ഗം വെച്ച് നടക്കുക മൊട്ടത്തലേ. കുറെ നാളായി നിന്റെ സൂക്കേട് തുടങ്ങിയിട്ട്. വേണ്ടേ ഉം? പോസ്റ്റ്മാൻ കൊണ്ട് തന്നതാ. എന്നാ? ബാങ്കിൽ നിന്ന് ഹൗസ് ബോട്ടിന്റെ ജപ്തി നോട്ടീസാ. ഇന്നലെ രാത്രി നിന്റെ ഉറക്കം കളയണ്ടല്ലോ എന്നും കരുതിയാ തരാതിരുന്നത്. അതേതായാലും നന്നായി. 1,37,000 രൂപ 21-ാം തീയതി അടച്ചില്ലെങ്കിൽ ജപ്തി. ഗുഡ്. നിന്റെ ഈ കാശ് വല്ലതും ഉണ്ടോ? ഉണ്ട്. ഒലക്കേടെ മൂട്. കിട്ടുന്നതെല്ലാം കൊണ്ടുവന്ന് ഈ അടുപ്പത്തിട്ട് പോയിക്കല്ലേ 3 തീറ്റിക്കാൻ. നീ ഇതൊക്കെ പറയുകയും ചെയ്യും, നീ തന്നെ കാശ് ചെലവാക്കുകയും ചെയ്യും. ആ എന്റെ ജാതകദോഷം. അല്ലെങ്കിൽ ഒരു കുടുംബം മുമ്പോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും ഒരുത്തന്റെ ജീവിതം കോഞ്ഞാട്ടായേ പറ്റൂ. നമുക്ക് ഈ അടുക്കള അങ്ങ് പൂട്ടിയാലോ? നല്ല ഐഡിയ. ആ. അവന്മാരെ വെറുതെ തള്ളേക്കൊല്ലികളാക്കണ്ട. പയറ് വശന്നാ അവരെന്തും ചെയ്യും. ചേട്ടന്മാരും ബോണ്ടന്മാരും.